നെക്സ്റ്റ് ആണുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. A continuous random variable x is defined to have a normal distribution if the PDF is given by f of x is equal to 1 by sigma into root 2 pi into e raised to minus x minus mu all square divided by 2 sigma square, where x ന്റെ വാല്യൂ -∞ തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. അതിൻ്റെ ബിറ്റ്വീനിലാണ് എക്സിൻ്റെ വാല്യൂ കിടക്കുന്നത്. ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂവും സിഗ്മയാണ്. മ്യൂ സിഗ്മ എന്താണെന്ന് നമ്മൾ മൊമെൻറ്റ്സ് കാണുമ്പോൾ മനസ്സിലാവും. മ്യൂവിൻ്റെ വാല്യൂ -∞ ഇൻഫിനിറ്റിയുടെ ഇടയിലാണ്. അതുപോലെ സിഗ്മ എപ്പോഴും പോസിറ്റീവും ആയിരിക്കും. ഇനി മൊമെൻറ്റ്സ് നമുക്ക് നോക്കാം. മൊമെൻറ്റ്സിൽ ഫസ്റ്റ് വൺ മീൻ ആണ്. മീനിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ നമ്മൾ എക്സിൻ്റെ കൂടെ ഒരു മൈനസ് മ്യൂവും ഒരു പ്ലസ് മ്യൂവും ആഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മീനിങ്ങിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ലല്ലോ. മൈനസ് മ്യൂവും പ്ലസ് മ്യൂ ആഡ് ചെയ്താൽ 0 ആയിട്ട് പോകും. അപ്പോൾ എക്സ് തന്നെയാണ് അതിൻ്റെ വാല്യൂ. പക്ഷേ നമ്മൾ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ കൂടെ ഒരു മൈനസ് മ്യൂവും ഒരു പ്ലസ് മ്യൂവും ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എക്സ് മൈനസ് മ്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ മ്യൂ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് കൊടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഇവിടെ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ 1 by sigma 2 into root 2 pi into e raised to minus x minus mu all square divided by 2 sigma square dx plus mu into mu പുറത്തേക്ക് എടുത്തു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതി. നെക്സ്റ്റ് ഇവിടെ കോൺസ്റ്റന്റ് ടേം ആയിട്ടുള്ള 1 by sigma root 2 pi പുറത്തേക്ക് എടുത്തു. ബാക്കി ആര് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരും? എക്സ് മൈനസ് മ്യൂ ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് മൈനസ് മ്യൂ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 സിഗ്മ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. പ്ലസ് മ്യൂ ഇൻറ്റു 1. അതായത് ഇവിടെ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റിയിലാണ് എല്ലാ വാല്യൂം കിടക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എഴുതിയില്ല എന്നുള്ളൂ. പക്ഷേ ഇതാണ് കറക്റ്റ്. -∞ ടു ഇൻഫിനിറ്റി വരെയാണ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ഉള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രോബിലിറ്റി ലിമിറ്റ് 1 ആണല്ലോ. അപ്പോൾ അത് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മ്യൂ തന്നെ വരും ഈ ടേമിൽ. നെക്സ്റ്റ് ഈ ഒരു ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് ഫംഗ്ഷനാണ്. എക്സ് മൈനസ് മ്യൂ ഇ റേസ് ടു എക്സ് മൈനസ് മ്യൂ ഓൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ടോട്ടൽ ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടേം ആയിട്ടുള്ള ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആയിട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് ടേം കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്ത് പോകും. സെക്കൻഡ് ടേം ആയിട്ടുള്ള മ്യൂ മാത്രമാണ് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് മീൻ ഈസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടും. അപ്പോൾ മ്യൂ എന്ന് പറയുന്നത് മീനായിട്ട് കിട്ടി. ഇനി വേരിയൻസ് നോക്കാം. വേരിയൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ അല്ലാണ്ട് അത് കിട്ടിയതിന് മുന്നേ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ. നമുക്ക് ആദ്യം പഠിച്ച ഇക്വേഷനിൽ ഇത് ഡിറൈവ് ചെയ്യാൻ നോക്കാം. സോ ഇ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഇ ഓഫ് എക്സ് എഴുതി മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? മീനാണ്. മീൻ എത്ര കിട്ടിയത്? മ്യൂ. ഇ ഓഫ് എക്സ് മ്യൂ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പം നമുക്ക് ഇ ഓഫ് എക്സിൻ്റെ ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ആയിരിക്കും. ഇവിടെ എക്സ് സ്ക്വയറിന് പകരം ആരാ? എക്സ് മൈനസ് മ്യൂ ഓൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എങ്ങനെ വരും? ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ഓൾ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും അല്ലേ? ഇനി എഫ് ഓഫ് എക്സിന് വരെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? നമ്മുടെ ഇവിടെയുള്ള ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് കോൺസ്റ്റന്റ് ടേം ആയിട്ടുള്ള 1 by sigma 2 pi നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി ആര് വന്നു? എക്സ് മൈനസ് മ്യൂ ഓൾ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ഓൾ സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇതിന് നമ്മൾ എക്സ് മൈനസ് മ്യൂവിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മയ്ക്ക് നമ്മൾ സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതായത് എക്സ് മൈനസ് മ്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ സെഡ് എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ട് സൈഡും ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇവിടെ ഡെറിവേറ്റ് ചെയ്യുന്നത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി സെഡ് ആ ഒരു ഫോമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടേം ഉള്ള അപ്പോൾ ഡി എക്സ് വരും. ഇത് കോൺസ്റ്റന്റ് ആയാലും 0 ആയിട്ട് പോകും. നെക്സ്റ്റ് സിഗ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ സിഗ്മ ഇൻറ്റു ഡി എക്സ് ഡി സെഡ് എന്ന് കിട്ടും. നെക്സ്റ്റ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ് ഒക്കെ നമ്മൾ എവിടെ കൊടുക്കുകയാണ്? ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്താ കിട്ടും? സിഗ്മ എക്സ് സെഡ് എന്ന് കിട്ടും. അത് സിഗ്മ സെഡ് ഓൾ സ്ക്വയർ ഇൻറ്റു ബാക്കി ഇ റേസ് ടു എക്സ് മൈനസ് മ്യൂ ബാക്കിലൊരു 2 ഉണ്ട്. എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ സെഡ് ആയിരുന്നു. അതായത് സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് വരും ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയുടെ? സിഗ്മ ഡി സെഡ് എന്നല്ലേ? അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ്
ഇവിടെ ഒരു സിഗ്മ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എന്തായി? അവിടെ ഒരു സിഗ്മ ക്യൂബായി. അത് കോൺസ്റ്റന്റ് ആയി നമ്മൾ വെളിയിലേക്ക് എടുത്തു. അപ്പോൾ പുറത്ത് ആരൊക്കെ വന്നു? സിഗ്മ ക്യൂബ് ബൈ സിഗ്മ ഇൻറ്റു √2π എന്ന് പറഞ്ഞു. ഇന്റഗ്രൽ -∞ സെഡ് സ്ക്വയർ, ഇവിടെ ബാക്കിയുള്ള സെഡ് സ്ക്വയർ e⁻² dz എന്ന് വന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ഫംഗ്ഷൻ ഇവിടുത്തെ ഈവൻ ഫംഗ്ഷൻ ആയ കാരണം നമുക്ക് ആ ഫംഗ്ഷന്റെ വാല്യൂ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ലിമിറ്റ് എങ്ങനെ എഴുതാം? -∞ to ∞ ഇന്റഗ്രൽ f(x) dx ഈക്വൽ ടു, ഈ f(x) ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കത് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഒരു ഡബിൾ ഇന്റഗ്രൽ ആയിട്ട്, എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ബൈ 2, അത് 2 ടൈംസ് ആവും. 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to ∞ വരെ ആവും. അപ്പോൾ നമുക്ക് -∞ to ∞ f(x) ഈവൻ ആണെങ്കിൽ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to ∞ f(x) dx എന്ന് എഴുതാം. സോ നമുക്ക് എങ്ങനെ ഈ ഇന്റഗ്രലിനെ മാറ്റി എഴുതാം? 2 ഇൻറ്റു സിഗ്മ സ്ക്വയർ, ഒരു സിഗ്മയ്ക്ക് ക്യാൻസൽ ചെയ്ത് പോയപ്പോൾ സിഗ്മ സ്ക്വയർ വന്നു. സിഗ്മ സ്ക്വയർ ഡിവൈഡ് ബൈ √2π ഇൻറ്റു 0 to ∞ സെഡ് സ്ക്വയർ e⁻²2 dx എന്ന് വന്നു. നെക്സ്റ്റ് നമ്മൾ ഇവിടെ സെഡ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സെഡ് സ്ക്വയർ ബൈ 2ന് ഇവിടുത്തെ മുകളിലത്തെ ടേമിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സെഡ് സ്ക്വയർ ബൈ 2ന് നമ്മൾ യു എന്ന് കൊടുത്തു. അതായത് സെഡ് സ്ക്വയർ എന്ത് കിട്ടും? 2u എന്ന് കിട്ടും. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു √2u എന്ന് കിട്ടും. ഈ സെഡ് സ്ക്വയർ ഈക്വൽ ടു 2u നമ്മൾ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2z ഇൻറ്റു dz ഈസ് ഈക്വൽ ടു 2du എന്ന് കിട്ടും. അതായത് dz ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ 2z അപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്താവും? du ബൈ സെഡ്, 2 ഇൻറ്റു ക്യാൻസൽ ചെയ്തുമ്പോൾ du ബൈ സെഡ് എന്ന് കിട്ടും. ഈ സെഡിന് വരെ നമുക്ക് ആരെ എഴുതാം? സെഡ് ഈസ് ഈക്വൽ ടു √2u എന്ന് എഴുതാം, √2u എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്നിട്ട് സെഡ് സ്ക്വയറിന് പകരം ആരായിരുന്നു? 2u ഈക്വൽ ഇൻറ്റു e⁻² എന്ത് എഴുതാം? e⁻u ഇൻറ്റു dz പകരം du ബൈ √2u അതെഴുതി. എന്നിട്ട് നമ്മൾ ഈ ഉള്ളിലുള്ള 2ഉം √2ഉം പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് 4/2 എന്ന് കിട്ടും. അതായത് 2 ആണ് ആൻസർ ഇവിടെ കിട്ടുക. ബാക്കി ആരുണ്ട്? സിഗ്മ സ്ക്വയർ ഉണ്ട്, ഒരു √π ഉണ്ട്, ഇന്റഗ്രൽ 0 to ∞, ഇവിടുത്തെ ഒരു u, പിന്നെ √u എന്ന് പറഞ്ഞാൽ u⁻½ ആണ് ഡിവൈഡഡ് ബൈ എന്ന് വരുന്നത്. അപ്പോൾ u ഇൻറ്റു e⁻u ഡിവൈഡ് ബൈ u⁻½ എന്ന് വരും. √u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u⁻½ ആണല്ലോ, ഇൻറ്റു du. ഇനി ഈ u⁻½ മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? u⁻1 മൈനസ് u⁻−½ അതായത് u⁻1−½ എന്ന് വരും. ബാക്കി ഇവിടെ 2 വരും. സിഗ്മ സ്ക്വയർ ബൈ റൂട്ട് സിഗ്മ ഇന്റഗ്രൽ 0 to ∞ u⁻½ ഇൻറ്റു e⁻−u du എന്ന് വരും. നമുക്ക് ഈ ഹാഫ് എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3/2 - 1 എഴുതാല്ലേ, നമ്മുടെ ആ ഗാമയുടെ ഫോമിൽ വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എന്ത് കിട്ടും? e⁻−u ഇൻറ്റു u⁻3/2 - 1 എന്ന് കിട്ടും. അത് നമ്മുടെ ഈ ഇക്വേഷൻ ഫോമിലാണ് കിടക്കുന്നത്. ഇന്റഗ്രൽ e⁻mu e⁻p−1 ഈസ് ഈക്വൽ ടു ഗാമ p ബൈ m⁻p ആണല്ലോ. ഇവിടെ p എന്ന് പറഞ്ഞാൽ ആരാണ്? 3/2 ആണ് നമ്മുടെ p എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ആ ഇന്റഗ്രലിനെ 2 സിഗ്മ സ്ക്വയർ ബൈ √π ഇൻറ്റു ഗാമ 3/2 ഇൻറ്റു 1/2. ഇവിടെ m എന്ന് പറഞ്ഞാൽ 1 ആണ് കോഎഫിഷ്യന്റ്. സോ കോഎഫിഷ്യന്റ് 1 ആയാലും 1/3/2 എന്ന് വരും. ഇനി ഗാമ 3/2 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 - 1 ഇൻറ്റു ഗാമ 3/2 - 1 എഴുതാം. എഴുതി. അപ്പം 2 സിഗ്മ സ്ക്വയർ ബൈ √π ഇൻറ്റു 3/2 - 1 1/2 ഇൻറ്റു ഗാമ 1/2 എന്ന് കിട്ടും. ഗാമ 1/2 ഈസ് ഈക്വൽ ടു √π ആണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി, ഈ √π ക്യാൻസൽ ചെയ്ത് പോയി. ഈസ് ഈക്വൽ ടു ബാക്കി ആര് മാത്രം വരും? സിഗ്മ സ്ക്വയർ മാത്രം വരും. സോ നമ്മുടെ വേരിയൻസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആരായിരിക്കും? √σ², അതായത് സിഗ്മ എന്ന് കിട്ടും. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഷേപ്പ് ഓഫ് ദി കർവ് ആണ് എന്ത്? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കർവ് എങ്ങനെയാണ്? ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും ആര്? സിമെട്രിക്കലി ഒരു ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കും ആരുടെ? നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ്. അതിനെ നോർമൽ കർവ് എന്ന് വിളിക്കപ്പെടും.